Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് വർക്കിംഗ് ആണോ അല്ലെങ്കിൽ അത് പോസിറ്റീവായ രീതിയിലാണോ വർക്ക് ആവുന്നത് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അത് വർക്കിംഗ് ആണ് എന്നുള്ളത് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സയൻസ് ഉണ്ട്. ആ സയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് നോക്കാം. സയൻസ് നോക്കുന്നതിന് മുൻപ് ഈ നോ കോണ്ടാക്ട് റൂൾ എന്ന് പറയുന്നത് ഓരോ ആളുകളും അപ്ലൈ ചെയ്യുന്നത് ഓരോ ഇന്റൻഷന് വേണ്ടിയിട്ടായിരിക്കും. നമുക്ക് റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഗ്രോ ആകുന്നതിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അത് റിട്ടേൺ കൊണ്ടുവരുന്ന അതായത് പാച്ചപ്പ് ആകുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ മെമ്മറീസ് അല്ലെങ്കിൽ അത് ഓൾറെഡി ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു ഹീലിംഗ് വേണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ആക്ച്വലി നോ കോണ്ടാക്ട് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുക. സോ നിങ്ങൾ അപ്ലൈ ചെയ്ത നോ കോണ്ടാക്ട് റൂൾ വർക്കിംഗ് ആണ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയ രീതിയിൽ തന്നെയാണ് അത് വർക്ക് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന സൈൻസ് നോക്കാം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവരുമായിട്ട് ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇമോഷണലി ഡിറ്റാച്ച് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം. അവരെന്തെങ്കിലും കാര്യം പറഞ്ഞ ഉടനെ ഒരുപാട് വിഷമിക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ചില ആളുകൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യും, പക്ഷെ വല്ലപ്പോഴും അവരിങ്ങോട്ട് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അവരോടുള്ള ആ ഒരു ഇമോഷൻ കൺട്രോളബിൾ അല്ലാത്ത സാഹചര്യങ്ങളിൽ പല ആളുകളും എന്ത് ചെയ്യും, അവരോട് മെസ്സേജ് അയക്കാറുണ്ട് അല്ലെങ്കിൽ അവരെ കോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഒരു നല്ല ഒരു സംസാരമോ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ഒരു മധുരമായ മറുപടിയോ ഒന്നും ആയിരിക്കില്ല കിട്ടുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിഷമം തോന്നാറുണ്ട്. പക്ഷെ ഇത്തരത്തിൽ യാതൊരുവിധ വിഷമമോ അല്ലെങ്കിൽ ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു ഫീലിംഗോ ഒന്നും നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ സൈന്. അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ലെറ്റ് ഇറ്റ് ഗോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് റൂൾ വർക്കിംഗ് ആണ് എന്നതിന്റെ ഒരു സൈന്. ഇതിനർത്ഥം ആ വ്യക്തിയോട് നിങ്ങൾക്ക് ദേഷ്യമോ അല്ലെങ്കിൽ ഒരു വെറുപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടായി എന്നതല്ല. ഒരിക്കലും ഇങ്ങനെയല്ല. മറിച്ച് അവരോടുണ്ടായിരുന്ന ആ ഒരു ഓവർ അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഒബ്സസീവ്നെസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആകാൻ സാധിച്ചു അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് വന്നു എന്ന് തോന്നുന്നത്. ഇതാണ് ഒന്നാമത്തെ സൈന് നിങ്ങളുടെ നോ കോണ്ടാക്ട് റൂൾ വർക്കിംഗ് ആണ് എന്നതിന്റെ. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ സെൽഫ് അവയർനെസ് ഒരുപാട് ഉയർന്നിട്ടുണ്ടായിരിക്കും. സെൽഫ് അവയർനെസ് ഉയർന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടി എന്നുള്ളതാണ് രണ്ടാമത്തെ സൈന്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓരോ ഫീലിങ്സ് ഉണ്ടായിരിക്കും. അതായത് ചില ആളുകൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്ത ആളുകൾ, മനസ്സിലാകാത്തതല്ല തയ്യാറാകാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ സെൽഫ് ഇംപ്രൂവ്മെന്റോ ഒന്നും സാധ്യമായിരിക്കില്ല. എന്നാൽ ആക്ച്വലി ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പിന്റെ റീസൺ ഇതായിരുന്നു അല്ലെങ്കിൽ ആ ഇമോഷനിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും വാട്ട് ഈസ് നെക്സ്റ്റ്, ഇനി എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് ആണ് തോന്നുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ഇമോഷൻസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ, അതല്ലെങ്കിൽ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ലൈഫിൽ ഇത് മാത്രമാണോ ഉള്ളത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വളരെയധികം സീരിയസ് ആയി തിങ്ക് ചെയ്യാനും നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് രണ്ടാമത്തെ ഒരു സൈന് നിങ്ങളിൽ നോ കോണ്ടാക്ട് റൂൾ വർക്കിംഗ് ആണ് എന്നുള്ളത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു സൈനാണ് നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഒരുപാട് ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. കാരണം ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളൊരു സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പിലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാകും എന്നുള്ളതാണ്. ഒരുപക്ഷെ വിഷമം എന്നതിനുപരി അതിനപ്പുറത്തേക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതൊരു സ്ട്രെസ് ആയിരിക്കാം, ആങ്സൈറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ചില ആളുകൾ ഡിപ്രഷനിലോട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇമോഷൻസിനെയൊക്കെ നിങ്ങൾക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇമോഷൻസിനെയൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ആയി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പഴയ ആ ഒരു സംഭവത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കപ്പിൽ തന്നെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിക്ക്
ഇത്തരത്തിൽ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ആവാനോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് റൂൾ കറക്റ്റ് ആയിട്ട് വർക്ക് ആവാനോ സാധ്യതയില്ല. എന്നാൽ പ്രസന്റിനെ കുറിച്ച് ചിന്തിക്കാനും അതുപോലെ തന്നെ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന കാര്യത്തെ കുറിച്ച് കൂടി ചിന്തിക്കാനും കഴിയുന്ന ആളുകൾക്കാണ് ഇത്തരത്തിൽ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ നിങ്ങളിൽ നോ കോണ്ടാക്ട് റൂൾ വർക്കിംഗ് ആണ് എന്നതിന്റെ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈൻ ആണ് നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അതിലേക്ക് ഫോക്കസ്ഡ് ആകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു സൈൻ. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കായി നിൽക്കുകയോ അല്ലെങ്കിൽ വളരെയധികം മെന്റലി ഡൗൺ ആണ്, വളരെ വിഷമത്തിലാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹോബീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതലായിട്ട് എൻഗേജ്ഡ് ആവാൻ സാധിക്കില്ല. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കൂടി, അതായത് ആ ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ ഹോബീസ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആവുന്നു അല്ലെങ്കിൽ കൂടുതൽ എൻഗേജ്ഡ് ആകുന്നുണ്ടെങ്കിൽ അതാണ് നോ കോണ്ടാക്ട് റൂള് നിങ്ങളിൽ വർക്കിംഗ് ആണ് എന്നതിന്റെ മറ്റൊരു സൈൻ. ഫൈനലി, പുതിയ കണക്ഷൻസ് അല്ലെങ്കിൽ പുതിയ റിലേഷൻഷിപ്പ്, അതൊരു പ്രണയമായിക്കൊള്ളട്ടെ അതല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളായിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള പുതിയ കണക്ഷൻസ് വേണം അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ടും സോഷ്യലൈസ്ഡ് ആകണം എന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഓപ്പൺനെസ് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തോന്നൽ അല്ലെങ്കിൽ അത് വേണം എന്നൊരാഗ്രഹം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള സൈൻ. ആക്ച്വലി നോ കോണ്ടാക്ട് റൂൾ നിങ്ങളിൽ വർക്കിംഗ് ആണ് എന്നതിന്റെ. ഒരു പക്ഷേ ഇത്രയും സൈൻസ് ഒന്നിച്ച് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിലൊരു 3-4 സൈൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന നോ കോണ്ടാക്ട് റൂൾ നിങ്ങളിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് വർക്കാകുന്നത് എന്നുള്ളത്. ഇനി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ അത് വർക്കിംഗ് ആണോ അല്ലെങ്കിൽ അത് അവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൂടി നമുക്ക് അറിയാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സൈൻസ് ഉണ്ട്, അതുകൂടി നോക്കാം. അതിലെ ഒന്നാമത്തെ സൈനാണ് അവർ നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ അവരുടെ ഭാഗത്തുനിന്നും ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വരും എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. എന്നിരുന്നാലും അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു കോൾ ചെയ്യുന്നതായിരിക്കാം. ഇങ്ങനെ പല രീതിയിലും നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ സൈൻ. രണ്ടാമത്തെ സൈൻ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ അവർ മോണിറ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഹാപ്പി ആണോ, ആ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലും നിങ്ങൾ ഹാപ്പി ആണോ അല്ലയോ എന്നുള്ളതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു സൈന്. പലപ്പോഴും ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറീസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ റിയാക്ട് ചെയ്യുമ്പോഴായിരിക്കും. സോ ഇത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ അവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു സൈന്. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള നോ കോണ്ടാക്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ അഫക്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അഫക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതിന്റെ. ഇനി മൂന്നാമത്തെ സൈൻ, ഒരു പക്ഷെ നിങ്ങളെ കോൾ ചെയ്തു അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തു, ഇതിനൊരു റെസ്പോൺസ് നിങ്ങൾ നൽകിയില്ല. സ്വാഭാവികമായിട്ടും പലപ്പോഴും പിന്നീട് ചെയ്യുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ വഴി ഒരു അപ്രോച്ച് നടത്താം എന്നുള്ളത്. അതിനും നിങ്ങൾ യാതൊരുവിധ റെസ്പോൺസും നൽകിയില്ലെങ്കിൽ പലപ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് മ്യൂച്വൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അവരോട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക അല്ലെങ്കിൽ അവരുടെ അന്വേഷണം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് മൂന്നാമത്തെ ഒരു സൈന് നിങ്ങളുടെ നോ കോണ്ടാക്ട് റൂള് അവരിൽ എഫക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതിന്റെ. ഇനി നാലാമത്തെ ഒരു സൈന്, ആക്ച്വലി ആ റിലേഷൻഷിപ്പ് അവർക്ക് വീണ്ടും വേണം അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണ് അവർ ആഗ്രഹിക്കുന്നത്, അത് വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം അവർ പ്രകടിപ്പിക്കുന്ന ഒരു സൈനാണിത്. അതായത് അവരുടെ ലൈഫിൽ ചില ചേഞ്ചസ് വരുന്നുണ്ട് അല്ലെങ്കിൽ അവരതിനു വേണ്ടിയിട്ട് ഇംപ്രൂവ്ഡ് ആകുന്നുണ്ട് എന്നുള്ള ഒരു മാറ്റം അവരിൽ സ്വയം കൊണ്ടുവരാൻ അവർ ട്രൈ ചെയ്യുന്നു എന്നുള്ളത്. അത് ചിലപ്പോൾ അവരുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലായിരിക്കാം, അതായത് കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണലി ഉണ്ടാകുന്ന ഫിസിക്കൽ അപ്പിയറൻസിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിഹേവിയർ ആയിരിക്കാം. ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയത് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടായിരിക്കും. അപ്പൊ അതിൽ തന്നെ അവർ ആ ഒരു കാര്യം മാറ്റാൻ തയ്യാറാണ് അല്ലെങ്കിൽ അതിനൊരു ചേഞ്ചസിന് തയ്യാറാണ് എന്നുള്ളൊരു മെന്റാലിറ്റി ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ലൈഫിൽ ചെറിയൊരു മാറ്റത്തിന് അവർ തയ്യാറാണെങ്കിൽ ആ കാര്യം അവർ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള സൈന്. ആക്ച്വലി
നോ കോണ്ടാക്ട് റൂൾ വർക്കിംഗ് ആണ് അവരിൽ, അതുപോലെ തന്നെ അവർ ആ റിലേഷൻഷിപ്പ് വീണ്ടും വേണം എന്ന് ആഗ്രഹിക്കുന്നതിന്റെ കൂടി. ഫൈനലി അവരിൽ നിന്നും കാണാൻ കഴിയുന്ന മറ്റൊരു സൈനാണ് അവർക്ക് എന്തെങ്കിലും റിഗ്രറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോറി ഒക്കെയാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളത്. എസ്പെഷ്യലി അവരുടെ ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ, അവർക്ക് ആ റിലേഷൻഷിപ്പ് വീണ്ടും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോ കോണ്ടാക്ട് റൂൾ അവരിൽ എഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം അവർ പറയുന്ന ഒരു കാര്യമാണ് സോറി, അല്ലെങ്കിൽ അവരുടെ റിഗ്രറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ഇമോഷൻസ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇത്രയും സൈൻസ് അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള നോ കോണ്ടാക്ട് റൂള് അവരിൽ എഫക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഇത്തരത്തിൽ ഈ കാര്യങ്ങളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പ്രകടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും അവർ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നോ കോണ്ടാക്ട് റൂൾ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആകുന്നതിന് വേണ്ടി കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടൂളാണ്. ഈ രീതിയിലാണ് നോ കോണ്ടാക്ട് റൂൾ വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ഈസി ആയിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന നോ കോണ്ടാക്ട് റൂൾ വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്